ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് റവ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ഒരു 4-5 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, വെള്ളമല്ല കേട്ടോ, പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാല് മതിയാകും. പിന്നീട് നമുക്ക് നല്ലോണം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാല് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിലേക്കൊരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് കുറച്ച് ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഒരുപാട് നേരിട്ടിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്കിലാണ് നമുക്ക് ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്കൊരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കിതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. ഞാനിപ്പോൾ ഇഡ്ലി ചെമ്പിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇഡ്ലി തട്ടിലും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട്. അധിക ടൈമൊന്നും നമുക്കിതിന് വേണ്ട കേട്ടോ. ഒരു 15 മിനിറ്റോളൊക്കെ മതിയാകും. അപ്പോഴേക്കും നമുക്ക് നല്ലോണം കുക്കായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്കിതുപോലെ ഇഡ്ഡലി തട്ടിലും ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ ബാക്കിയുള്ളത് അതുപോലെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 1/4 ഭാഗം കുക്കായി വന്നാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുന്തിരിയോ അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഭംഗിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ വീട്ടിൽ റവ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി പലഹാരം കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ല. പിന്നെ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടി ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്